ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെ ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് വീണ വീട്ടമ്മ ചികിത്സയിലിരിക്കെ മരിച്ചു. നെടുങ്കണ്ടം ഇലവും തടത്തിൽ സുൽഫത്താണ് മരിച്ചത്. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ ചൊവ്വാഴ്ചയാണ് അപകടം നടന്നത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് നെടുങ്കണ്ടം ഇലവുംതടത്തിൽ സുൽഫത്ത് നിജാസ് ഓട്ടോറിക്ഷയിൽ നിന്നും റോഡിലേക്ക് വീണത്. 31-ാം തീയതിയാണ് അപകടം നടന്നത്. അസുഖബാധിതയായ യുവതി ഭർത്താവിന്റെ ഓട്ടോറിക്ഷയിൽ ചികിത്സയ്ക്ക് പോവുകയായിരുന്നു. ഭർത്തൃമാതാവും കൂടെയുണ്ടായിരുന്നു. നെടുങ്കണ്ടം കിഴക്കേ കവലയിൽ എത്തിയപ്പോൾ ഛർദ്ദിക്കുന്നതിനായി തല പുറത്തേക്കിടുകയും തലകറക്കം ഉണ്ടായി റോഡിലേക്ക് വീഴുകയുമായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് സുൽഫത്ത് മരിച്ചത്. 32 വയസ്സായിരുന്നു പ്രായം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്ത മൃതദേഹം നെടുങ്കണ്ടം നൂർ മുഹമ്മദിയ ജമാഅത്ത് ഖബർസ്ഥാനിൽ കബറടക്കി. നിജാസ് ആണ് ഭർത്താവ്. അൽഫാബിത്ത്, അൽഷിഫ എന്നിവരാണ് മക്കൾ. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.